മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ അനന്തുവിനും മാർക്കോയുടെ ഒപ്പം പോയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് കണ്ടതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മഹി, താനാകെ സങ്കടത്തിലല്ലോ എന്ന് പറയുമ്പോൾ, അത് വേറെ ഒന്നും അല്ല കണ്ണേട്ട, ഇന്ന് മഞ്ജു ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. അത് ഓർത്തപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നു. ഇനിയിപ്പം മഞ്ജു പറഞ്ഞതുപോലെ ആ മേഘനെങ്ങാനും സാഗറിനെ ചതച്ചതാണോ എന്നും അറിയില്ലല്ലോ. എന്തായാലും നമ്മൾ അവളെ ഒന്ന് സഹായിക്കേണ്ടതായിരുന്നു കണ്ണേട്ട, അവൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് അവിടുന്ന് പോയേക്കണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതിന് താൻ വിഷമിക്കുകയൊന്നും വേണ്ട, സാഗറിനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് അനന്തവും മാർക്കോയും പോയിട്ടുണ്ട്. എന്തായാലും ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യും. കഞ്ചാവിൻ്റെ അളവ് കുറവായതുകൊണ്ട് ജാമ്യം കിട്ടണതിന് ബുദ്ധിമുട്ടില്ല. അതുമാത്രമല്ല, ഇനിയിപ്പോൾ മേഘന അത് ചെയ്തെങ്കിൽ അതും മാർക്കോയും അനന്തവും കണ്ടുപിടിച്ചോളൂ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ പറഞ്ഞത് നേരാണോ, ജാമ്യത്തിലിറക്കാൻ പോയിട്ടുണ്ടോ എന്ന് പോവുക. പിന്നെ അതുപോലെ തന്നെ മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മാർക്കോയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുമുണ്ട്. അവൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല. എന്തായാലും കണ്ണേട്ടൻ അത് ചെയ്തത് നന്നായി കണ്ണേട്ട, അവൾക്ക് നമ്മളിലൊരു വിശ്വാസമുണ്ട്. അവൾ ആരും ഇല്ലയെന്ന് തോന്നിയാൽ വേറെ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എനിക്കുമുണ്ട് അങ്ങനെ ഒരു ഭയം, ആരും ഇല്ലാത്തൊരവസ്ഥയിലെത്തുമ്പം. എന്തായാലും ഇനി മഞ്ജു ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നില്ല. അമ്മ അത്രയ്ക്കും മോശമായിട്ട് അവളോട് പെരുമാറുന്നത്, അതുപോലെ തന്നെ നമ്മളും അവളോട് മോശമായല്ലേ പെരുമാറിയത്. അവൾ പോകാൻ നേരത്തെ അത് പറയുകയും ചെയ്തു, ഇനി മരിക്കേണ്ട വന്നാലും ഇങ്ങോട്ടേക്ക് വരില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് ഉള്ളിലൊരു പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ മാർക്കോയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, മഞ്ജുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി അവൾക്ക് സഹായമായിട്ടുണ്ടാവണമെന്ന്. എന്തായാലും ഇന്ന് തന്നെ സാഗറിന് ജാമ്യം കിട്ടുമായിരിക്കുന്നു. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിൽ ആ മാഹനാണെങ്കിൽ അവനെ വെറുതെ വിടരുത് കണ്ണേട്ടാന്ന് പറയുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതിന് നമ്മളൊന്നും ചെയ്യണ്ട മഹി, അതൊക്കെ നമ്മളുടെ മാർക്കോ തന്നെ കൈകാര്യം ചെയ്തോളും. അവനെ ഇതിൻ്റെ പിന്നിലെങ്കിൽ അവനക്ക് കിട്ടേണ്ടതെല്ലാം മാർക്കോ കൊടുത്തോളൂ എന്ന്. ഇതേസമയം നമ്മളുടെ പ്രതാപനാണെങ്കിൽ കർണാലയത്തിലേക്ക് വരുന്നുണ്ട്. പ്രതാപൻ്റെ വണ്ടിയുടെ ഒച്ച കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഓടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് മോഹിനിയും ഈ സൗണ്ട് കേട്ടിട്ട് പ്രതാപേട്ടൻ വന്നല്ലോ, കൂടെ മോളും ഉണ്ടാവുമായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ട് ഇറയത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് പ്രതാപം മാത്രമേ ഉള്ളൂ, കൂടെ കരുണയില്ല. അതുമാത്രമല്ല, പ്രതാപനാണെങ്കിൽ ആകെ ക്ഷീണിതനായ രീതിയിലാണ് ഇറങ്ങി വരുന്നത്. ഇത് കണ്ടതും പ്രതാപൻ്റെ അമ്മയ്ക്കാണെങ്കിൽ വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. മോള് വന്നിട്ടില്ലല്ലോ, ഇനി മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ച് പ്രതാപൻ്റെ അമ്മ ഓടി ചെന്നിട്ട് പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ നീ ഇപ്പം ഇങ്ങോട്ട് വന്നേ, മോളെവിടെ, മോള് വരാത്ത എന്താ, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം പ്രതാപനക്ക് അമ്മയോട് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം കരുണയുടെ കുഞ്ഞിനെ കണ്ടാണ് അമ്മയൊക്കെ ഇത്രയും ദിവസം അഹങ്കരിച്ചിരുന്നത്. മഹാലക്ഷ്മിയെ ഒരുപാട് പ്രാവശ്യം പരിഹസിച്ചിട്ടുണ്ട്, കരുണമോളുടെ കുഞ്ഞിനെ നീ നോക്കിക്കോടി എന്നും പറഞ്ഞ്. അങ്ങനെയുള്ള അമ്മയോട് താൻ എങ്ങനെ ഈ സത്യം പറയും, എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് പ്രതാപൻ്റെ അമ്മ പ്രതാപനൊന്നും മിണ്ടണില്ല എന്ന് കണ്ടിട്ട് പ്രതാപൻ്റെ കോളറിൽ പിടിച്ചിങ്ങനെ ഒലച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ പ്രതാപ പറ്റിയ, നീ എന്തെങ്കിലും ഒന്ന് പറയടാന്നും പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പ്രതാപം പറയുന്നുണ്ട്, അത് അമ്മേ ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ, എന്താടാ നമ്മളുടെ മോൾക്കും കുഞ്ഞിനും എന്തെങ്കിലും പറ്റുമെന്ന് ചോദിക്കുമ്പം കുഞ്ഞ് അത് പോയി അമ്മേ, ഇനി നമുക്ക് കുഞ്ഞില്ലാന്ന്. അത് കേട്ടതും പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ, എന്തൊക്കെയാ ദൈവമേ ഞാൻ ഈ കേൾക്കണേ, കാരണം മോളുടെ കുഞ്ഞ് പോയിന്നോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് നമ്മളുടെ മോഹിനി അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് കേട്ടതും മോഹിനി ഭഗവാനെന്നും വിളിച്ചിങ്ങനെ നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രതാപേട്ട കരുണമോൾക്കും പറ്റിയെന്ന് ചോദിക്കുമ്പം, നിൻ്റെ മൂത്ത മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല എന്നുള്ള വിഷമത്തിലല്ലായിരുന്നു നീ, ഇപ്പം എന്തായാലും എൻ്റെ കരുണമോളുടെ കുഞ്ഞും മരിച്ചു, അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം, നിൻ്റെ മോൾക്കും സന്തോഷിക്കാമെന്ന്. സമയത്ത് മോഹിനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് മോഹിനി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ പോണ സമയത്ത് മോഹിനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, വന്ന ആ ഒരു സ്വാമിയോട് കരുണമോൾ ഗർഭിണിയാണ്, അവളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പം ആ സ്വാമി പറഞ്ഞ ആ ഒരു വാക്ക് മോഹിനി മനസ്സിലിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയാവാൻ യോഗ്യതയില്ലാത്ത ആളെയും മൃഗത്തിൻ്റെ മനസ്സുള്ള ആളെയും അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഞങ്ങൾക്കായിരിക്കും, അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കില്ല എന്ന് പറഞ്ഞത് മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തും മാർക്കോയും കൂടി സ്റ്റേഷനിലോട്ട് ചെല്ലുന്നുണ്ട്. ആദ്യം തന്നെ അനന്തു സാഗറിനെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ഞാൻ എവിടെ വേണമെങ്കിലും വന്ന് സത്യം ചെയ്യാം അനന്ത് സാറേ, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. മഞ്ജു എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാനൊരു വീഡിയോ പോലും വലിച്ചിട്ടില്ല. ഇതാ മാർക്കോ എന്നെയും മഞ്ജുവിനെയും തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. ഞാൻ ജയിലിൽ പോയാൽ മഞ്ജു അവൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലൂ എന്നുള്ള പ്രതീക്ഷയിൽ അവനിത് ചെയ്തേക്കണേന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, അവൻ ചെയ്തു എന്ന് നീ പറയുന്നുണ്ടെങ്കിലും അതിന് തെളിവൊന്നുമില്ലല്ലോ. എന്തായാലും
എന്തായാലും ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടും, പക്ഷേ കോടതിയിൽ കേസ് എത്തുന്നതിന് മുമ്പ് അതിനുള്ള തെളിവ് എവിടെന്നെങ്കിലും കണ്ടെത്തണം, ഇല്ലെങ്കിൽ നീ ജയിലിൽ പോകേണ്ടി വരുമെന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അത് നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെത്താം മാർക്കോ, ഞാൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ കാറിൽ ആ മയക്കുമരുന്ന് വെച്ചത് ആരാന്ന് ഞാൻ കണ്ടെത്തിക്കോളാന്ന്. അങ്ങനെ നമ്മളുടെ അനന്തും മാർക്കോയും കൂടി എസ് ഐയുടെ ക്യാബിനിലേക്ക് ചെല്ലുന്നുണ്ട്. എസ് ഐയുടെ അടുത്ത് നിന്നിട്ട് സാഗറിൻ്റെ ജാമ്യത്തിന് വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, അതിനെന്താ, ജാമ്യം തരുന്നതിനൊന്നും പ്രശ്നമില്ല, ഇതിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള കേസേ ഉള്ളൂ, കഞ്ചാവിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതിന് പ്രശ്നമില്ല, എന്തായാലും ഇതാ മേഘൻ്റെ ചതിയായിരിക്കും എന്ന് പറയുമ്പോൾ എസ് ഐ പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ഇവനാണെങ്കിൽ ആണയിട്ട് പറയുന്നുണ്ട് ഇവനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്, പിന്നെ ഞങ്ങൾ ദേഹോപദ്രവമൊന്നും ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല, അവൻ മാർക്കോയുടെ ആളായതുകൊണ്ടാണ് ഞങ്ങളൊന്നും ചെയ്യാത്ത, കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് കഞ്ചാവ് കാറിൽ വെച്ചത് ആരാന്നുള്ളത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സാർ, സാഗറല്ല അത് ചെയ്തെങ്കിൽ എന്തായാലും ആ മേഘനെ ഞാൻ വെറുതെ വിടാൻ പോണില്ല, എന്നാൽ സാഗറിനെ നിങ്ങളുടെ ഇവിടെ വിടാമെന്നും പറഞ്ഞുകൊണ്ട് എസ് ഐ സാഗറിനെ വിളിപ്പിക്കുന്നുണ്ട്. സാഗർ വന്നതും അനന്ത് പറയുന്നുണ്ട്, എന്തായാലും നിനക്കിപ്പോൾ ജാമ്യം കിട്ടിയിട്ടുണ്ട്, ഇനി ആ കഞ്ചാവ് ആരാ കാറിൽ വെച്ചതെന്ന് തെളിയിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാറേന്ന്. അങ്ങനെ നമ്മളുടെ സാഗറിനെ അനന്തും മാർക്കോയും അനന്തുവിൻ്റെ കാറിൽ കയറ്റി സാഗറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കണ്ണനോട് ഈ ദുർഗ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാഗറിനെ ജാമ്യത്തിലിറക്കാനായിട്ട് നീ പോയില്ല കണ്ണാന്ന് ചോദിക്കുമ്പം ഞാനെന്തിനാ അവനെ ജാമ്യത്തിലിറക്കാൻ പോണേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അല്ല മേഘനെ ചതിച്ച് അവൾ പോയത് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണല്ലോ, നിങ്ങളും ഒരുപാട് ആഗ്രഹിച്ചു മേഘനും മഞ്ജുവും തമ്മിൽ പിരിയണമെന്ന്, അതിൻ്റെ ഫലമായിട്ടല്ലേ ഇപ്പോൾ മഞ്ജു സാഗറിൻ്റെ ഒപ്പം പോയെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, ഞങ്ങൾ കാരണമൊന്നും അല്ല മഞ്ജു സാഗറിൻ്റെ ഒപ്പം പോയത്, ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഞങ്ങൾ മഞ്ജുവിനെ തടഞ്ഞേനെ, ഇപ്പോഴും സാഗറിൻ്റെ ഒപ്പം പോയ മഞ്ജുവിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല, മഞ്ജു മേഘനെ ഉപേക്ഷിച്ച് വേറെ ഏതെങ്കിലും ഒരു നല്ല ആളുടെ കൂടെ പോയിരുന്നതെങ്കിൽ ഞങ്ങളത് അംഗീകരിച്ചേനെ, അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തേനെ, ഇതിപ്പോൾ അവൾ മേഘനേക്കാളും വലിയ ഫ്രോഡിൻ്റെ കൂടെ പോയേക്കണേ. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അതിന് കാരണക്കാരും നിങ്ങൾ തന്നെയാണ്, നിങ്ങളല്ലേ മഞ്ജുവിനോട് മേഘനെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു കൊടുത്തതെന്ന് ചോദിക്കണം. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞങ്ങൾ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ, മേഘൻ അത്രക്കാരനാണെന്ന് ഞങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് മഞ്ജുവിനെ മേഘന് വിവാഹം കഴിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞത്, ശരിക്കും മഞ്ജുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അമ്മ തന്നെയാണ്, എന്തായാലും അമ്മ ഇപ്പോഴും കുറ്റം പറയുന്നത് മഞ്ജുവിനെ മാത്രം, മേഘന് വിവാഹത്തിന് മുമ്പ് ഒരു കാമുകിയിൽ ഒരു കുഞ്ഞുണ്ട്, അതറിഞ്ഞിട്ടും അമ്മയ്ക്ക് ഒരിക്കലും മേഘനെ കുറ്റം പറയാൻ തോന്നിയിട്ടില്ലല്ലോ, അതാ എനിക്ക് മനസ്സിലാവാത്തതെന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗയ്ക്ക് ഒരടി കൊണ്ടതുപോലെ ആവുന്നുണ്ട്, എന്നാലും ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ ചെറുപ്പക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയെന്നിരിക്കും എന്ന് വിചാരിച്ച് ഇവളിപ്പോൾ ചെയ്തത് ശരിയായ കാര്യമാണോ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് നേരെ, ചെറുപ്പക്കാർക്ക് പല തെറ്റുകളും പറ്റിയെന്നിരിക്കും എന്ന് വിചാരിച്ച് മഞ്ജു ഇപ്പോൾ സാഗറിൻ്റെ കൂടെ പോയത് ശരിയാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ അമ്മയുടെ അനന്തരവനെ ഇതുപോലെ ന്യായീകരിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. ഇതേ സമയം മഞ്ജു ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് കോളിംഗ് ബെല്ലടിക്കണ ഒച്ച കേട്ടതും മഞ്ജു വേഗം തന്നെ എഴുന്നേറ്റ് ചെന്ന് നോക്കണ സമയത്ത് സാഗർ മുറ്റത്ത് നിൽക്കണ കാണുന്നുണ്ട്. എന്നിട്ട് ഡോറ് തുറന്ന് പുറത്തിറങ്ങി മഞ്ജു സാഗറിനെ കണ്ടിട്ട് വേഗം തന്നെ അകത്തേക്ക് സങ്കടത്തോടു കൂടി കയറി പോകുന്നുണ്ട്. ആ സമയം സാഗർ മഞ്ജുവിന് എന്താ പറ്റിയ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മഞ്ജു എന്നും പറഞ്ഞ് സാഗർ മഞ്ജുവിൻ്റെ പുറകെ പോകുന്നുണ്ട്. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ടനെ ആരാ ജാമ്യത്തിൽ ഇറക്കിയെന്ന് ചോദിക്കുമ്പം അനന്ത് സാറ് വന്നാൽ ജാമ്യത്തിൽ ഇറക്കിയ, എന്തായാലും കണ്ണൻ സാറ് പറഞ്ഞു വിട്ടിട്ട് ആനന്ദ് സാറ് വന്നേന്ന് പറയുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, കണ്ണേട്ടൻ ഒരിക്കലും എന്നെ സഹായിക്കില്ല എന്ന് വിചാരിച്ചാൽ ഞാൻ കണ്ണേട്ടനെ പോയി കണ്ട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും കണ്ണേട്ടൻ സഹായിക്കില്ല എന്ന് തന്നെ പറഞ്ഞ് ആ ഒരു നിരാശയിൽ മരിക്കണോ ജീവിക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ആ സാഗരേട്ടനും കൂടി വന്നേന്ന്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, കണ്ണൻ സാറിന് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിലും നിന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ആനന്ദ് സാറിനെ പറഞ്ഞു വിട്ട് എന്നെ ജാമ്യത്തിൽ ഇറക്കിയെന്ന്. ഈ സമയത്ത് മഞ്ജു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തായാലും കേസ് കോടതിയിലെത്തുമ്പം സാഗറേട്ടനല്ല അത് ചെയ്തതെന്ന് തെളിയിക്കണ്ടേ, അതിനെന്ത് ചെയ്യും നമ്മളെന്ന് ചോദിക്കുമ്പം സാഗർ പറയുന്നുണ്ട്, അതിന് മാർക്കോയും അനന്ത് സാറും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാറിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചത് ആരാണെങ്കിലും അവരെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടെത്തുമെന്ന്. ആ സമയം മഞ്ജു പറയുന്നുണ്ട്, അത് ചെയ്തത് മിക്കവാറും ആ മേഘൻ തന്നെയായിരിക്കും, മേഘനാണെങ്കിൽ ഈ മേഘനെ ഞാൻ വെറുതെ വിടൂലാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എടാ പ്രതാപ, ഇനി ആ വിഷം ചേർത്ത പായസം കരണമോളെങ്ങാനും ആണോടെ കുടിച്ചതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലാമേ, എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടുത്തവും കിട്ടണില്ല, മഹാലക്ഷ്മിക്ക് കൊടുക്കാനുള്ള പായസത്തിലല്ലേ അമ്മ വിഷം ചേർത്തത്, പിന്നെ എങ്ങനെയാണ് അത് കരണമോള് കുടിക്കണേന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതും അവിടെ എനിക്കും മനസ്സിലാവാത്ത, ഇനിയിപ്പോൾ എല്ലാവരും പറയണ പോലെ
അവൾ ഇനി വലിയ ദൈവത്തിൻ്റെ അവതാരമായിരിക്കുമോ, അതുകൊണ്ടായിരിക്കുമോ നമ്മൾ വിഷം ചേർത്ത് കൊടുത്ത പായസം കുടിച്ചിട്ടും അവൾക്കൊന്നും സംഭവിക്കാത്തതെന്ന്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇപ്പോൾ പല അനുഭവങ്ങൾ ഉണ്ടായതിൽ നിന്നും നമ്മളത് മനസ്സിലാക്കണമേ. എന്തായാലും അവൾക്ക് എന്തൊക്കെയോ ദിവ്യശക്തികളുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൾക്കിപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് ഉണ്ണി പറഞ്ഞത്. എന്തായാലും ഇനി കർണമോള് വിഷം ചേർത്ത പായസം കഴിച്ചതാണെങ്കിൽ അതിന് ഡോക്ടർമാരുടെ കയ്യിലൊന്നും ചികിത്സ ഇല്ലട പ്രതാപ. അതിന് ആ വൈദ്യര് തന്നെ മറുമരുന്ന് തന്നിട്ടുണ്ട്. എത്രയും വേഗം നമുക്ക് ഈ മറുമരുന്ന് കൊണ്ടുപോയി കർണമോൾക്ക് കൊടുക്കണം, ഇല്ലെങ്കിൽ കർണമോളെ നമുക്ക് നഷ്ടമാകും. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, എന്നാൽ അമ്മ വേഗം തന്നെ മറുമരുന്ന് എടുത്തുകൊണ്ട് വാന്ന്. അങ്ങനെ പ്രതാപൻ്റെ അമ്മ അകത്ത് പോയി മറുമരുന്നുമായി തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ മോഹിനി ഇവരുടെ ഈ പെരുമാറ്റവും കാണിക്കലൊക്കെ കാണുമ്പം എന്തൊക്കെയോ മനസ്സിലായതുപോലെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും നോക്കി നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.